Hi all, welcome to our online class. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇന്റഗ്രൽ കാൽക്കുലേഷനിലേക്ക് നീങ്ങുകയാണ്. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ +2 മുതൽ ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിൽ നിങ്ങൾ അതിനെപ്പറ്റി കുറേ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്. സോ ഐസക് ന്യൂട്ടന്റെ കാലം മുതൽ നമ്മൾ എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ കാൽക്കുലേഷന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്ക് ഇന്റഗ്രേഷൻ മുഴുവൻ ഡിസ്കസ് ചെയ്യാനുള്ളതല്ല, നമുക്ക് ഫിസിക്സിൽ ആവശ്യമുള്ള ചില അത്യാവശ്യം ചില കാര്യങ്ങൾ. റൈറ്റ്. അത് മാത്രം നമ്മളിവിടെ ഒന്ന് നോക്കാം. ഓക്കെ. സോ അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതാറ് അല്ലെ? ഒരു f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇത് ഇന്റഗ്രൽ ലിമിറ്റ് a to b അല്ലെ f(x) dx. ഇതാണ് ജനറലി നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കാറ്. കിട്ടിയല്ലേ? ഉദാഹരണത്തിന് ഇവിടെ നിങ്ങളൊരു ഗ്രാഫ് നോക്കുക. ഇതൊരു ഗ്രാഫാണ് അല്ലേ? ഞാൻ ഇതിനെ ഈ എൻഡ് മുതൽ ആൻഡ് ദിസ് ലിമിറ്റ് ലോവർ ലിമിറ്റ് എ എന്ന് പറയും അല്ലേ? ഈ എൻഡ് വരെ ഇതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് ബി എന്ന് പറയും. റൈറ്റ്. സോ ഐ ആം ഇന്റഗ്രേറ്റിംഗ് ഫ്രം എ ടു ബി. നമ്മൾ എന്താണ് ചെയ്തത് ഓർമ്മയുണ്ടോ? നമ്മളിതിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കി മാറ്റും അല്ലേ? ശരിയല്ലേ? റൈറ്റ്. ഇതുപോലെ ചെറിയ എന്താക്കി മാറ്റും? നമ്മൾ സ്ട്രിപ്പുകളാക്കി മാറ്റും. എന്നിട്ട് അതിലൊന്നിന്റെ ഏരിയ ദാറ്റ് ഈസ് ദിസ് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dx ഇൻറ്റു ഈ വാല്യൂ. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ f(x) അല്ലേ? ഈ y ആക്സിസിലാണ് നമ്മൾ എന്ത് f(x) പ്ലോട്ട് ചെയ്യുന്നത്. റൈറ്റ്. ഇവിടെ എന്താണ് x ആണ്. ഓക്കെ. അപ്പോൾ x ഈ ആക്സിസിലും ഈ ആക്സിസിൽ f(x) പ്ലോട്ട് ചെയ്തു. റൈറ്റ്. എന്നിട്ട് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ f(x) അല്ലേ ഇൻറ്റു സ്മോൾ dx. അപ്പോൾ ഈ ചെറിയൊരു സ്ട്രിപ്പിന് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അപ്പോൾ ഓരോ സ്ട്രിപ്പിന്റെ ഏരിയ അതുപോലെ ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് ഏരിയ കിട്ടും അല്ലേ? ഈ സ്ട്രിപ്പിന് അടിയിലുള്ള ടോട്ടൽ ഏരിയ കിട്ടും. ഏരിയ അണ്ടർ ദിസ് കർവ് കിട്ടും. റൈറ്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഓരോന്നിങ്ങനെ ആഡ് ചെയ്തതിന് പകരം നമ്പർ ഓഫ് സ്ട്രിപ്സ് വളരെ കൂടുതലാണെങ്കിൽ dx ടെൻഡിങ് ടു 0 ആണെങ്കിൽ ഈ dx എന്ന് പറയുന്ന ഈ വിഡ്ത്ത് വളരെ ചെറുതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സമ്മേഷൻ. ഇവിടെ ഇപ്പൊ എന്താ ചെയ്യേണ്ടേ? ഓരോ സ്ട്രിപ്പിന്റെ ആഡ് ചെയ്യണം അല്ലേ? ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മേഷൻ സൈൻ ഉപയോഗിക്കും അല്ലേ? ഇങ്ങനെ സമ്മേഷൻ ഉപയോഗിക്കും. ഓരോ സ്ട്രിപ്പ് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് എടുക്കണം. പകരം ഈ dx വളരെ അല്ലേ? dx ടെൻഡിങ് ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ ലിമിറ്റ് dx ടെൻഡിങ് ടു 0 ആണെങ്കിൽ ഈ സമ്മേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, യു വിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് ഇന്റഗ്രേഷൻ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊന്നുമല്ല, ഈ രണ്ട് എൻഡിനിടക്കുള്ള ഈ ഏരിയ ആണ്. ശരിയല്ലേ? ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഏരിയ അണ്ടർ ദി കർവാണ്. അതാണ് ജനറലി നമ്മൾ എന്താണ് ഇന്റഗ്രേഷൻ ചോദിച്ചാൽ നമ്മൾ പണ്ട് +2 മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ BSc കോംപ്ലിമെന്ററി മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഇതില് നമ്മൾ ഏറ്റവും ആദ്യം ഇന്റഗ്രേഷൻ പരിചയപ്പെട്ട ഒരു സ്ഥലം നിങ്ങളെ വർക്ക് കാണാനാണ് അല്ലെ? എന്ത് കാണാനാണ്? വർക്ക് കാണാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, എനിക്ക് ഒരു ഒബ്ജക്റ്റിനെ റൈറ്റ് ഞാൻ ഇതിന്റെ മേലെ പ്രയോഗിച്ച ഫോഴ്സ് F ആണ്. റൈറ്റ്. ആൻഡ് ആ F ഫോഴ്സ് പ്രയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ ഒരു പോയിന്റ് നിന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് മാറ്റുന്നു. ഓക്കെ. അപ്പോ F ഫോഴ്സ് കൊടുത്തപ്പോൾ ഇതിനുണ്ടായ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. അതിന് ഞാൻ dx എന്ന് വിളിച്ചു. ഓക്കെ. അപ്പോ dx ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് എത്രയാ? നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F dx ആണ് ഞാൻ ചെയ്യേണ്ട സ്മോൾ വർക്ക്. കറക്റ്റ് അല്ലേ? അപ്പൊ ടോട്ടൽ വർക്ക് W കാണാൻ നമ്മൾ എന്ത് ചെയ്യും? dw ഇന്റഗ്രേറ്റ് ചെയ്യും. ശരിയല്ലേ? അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്റഗ്രൽ f dx നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ടോട്ടൽ വർക്ക് കാണാൻ നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ വർക്ക് എന്ന എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ ഇത് നമ്മൾ +2 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ
നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഇന്റഗ്രേഷൻ അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ജനറൽ ഫോർമുല. നമ്മൾ അതിനെ ഒന്ന് നമുക്ക് ആവശ്യമുള്ള ചില രീതിയിലേക്ക് ഒന്ന് മാറ്റി പറയാൻ പോവാണ്. ഓക്കെ, ആദ്യമായിട്ട് ലൈൻ ഇന്റഗ്രലും സർഫേസ് ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും ഒക്കെ ഉണ്ട് നമുക്കറിയാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലൈൻ ഇന്റഗ്രൽ ആണ്. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലൈൻ ഇന്റഗ്രൽ. Okay, so we are going to discuss line integral. Okay, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഈ ഒരു കർവിലൂടെയാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇറ്റ്സ് എ ലൈൻ ഇന്റഗ്രൽ. അപ്പോൾ അതിന്റെ ഒരു ജനറൽ ഫോം എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെക്റ്റർ ഫീൽഡ് ആക്കാനുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫീൽഡാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിച്ചത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതുന്ന പോലെ നമ്മൾ ഇതൊരു വെക്റ്റർ ഫീൽഡ് ആണ്. അപ്പൊ ആ ഇക്വേഷൻ ആ ഇന്റഗ്രേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് റീറൈറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. എന്താ പറയുക? ഇന്റഗ്രൽ എ ടു ബി. ഓക്കെ, ലോവർ ലിമിറ്റ്, ദിസ് ഇസ് അപ്പർ ലിമിറ്റ്. വെക്റ്റർ ഫീൽഡ് ഞാൻ വി എന്ന് വിളിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ വി എന്ന് വിളിച്ചത് അല്ലേ? വി ഡോട്ട് dl. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, dl എന്ന് പറഞ്ഞാൽ ഈ പാത്തിലെ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് dl. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ we know dl is given by എന്തായിരുന്നു dl? dl is equal to dx I cap plus dy j cap plus dz k cap. Clear അല്ലേ? Right. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. ഇന്റഗ്രൽ a to b v dot dl. ശ്രദ്ധിക്കുക, അവിടെ v dot dl ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതൊരു വൺ ഡയമെൻഷൻ ആണെങ്കിൽ dy യും dz യും 0 ആയിരിക്കും. അപ്പോൾ dx വരുള്ളൂ. റൈറ്റ്. അപ്പോൾ ഇവിടെ dx i cap പോകുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ പ്രോബ്ലം അനുസരിച്ചിട്ട് ഇതിന് ചിലപ്പോൾ dx i cap plus dy j cap എടുക്കേണ്ടി വരും, ചിലപ്പം 3 ഡയമെൻഷൻ 3 എടുക്കേണ്ടി വരും. അത് പ്രോബ്ലം അനുസരിച്ചിട്ട് ഞാൻ ഇതിന് ശേഷം ഒരു സിംഗിൾ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലോർമ്മിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ നോക്കി വായിച്ച് പഠിക്കലല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് we have to work out line integral. Okay, back to the class. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ലൈൻ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? dl is small displacement. അപ്പോൾ നമ്മൾ ഫിസിക്സിന്റെ ഭാഷയിൽ പറയും ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, dl. റൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? You can see a point a b, a and b. റൈറ്റ്. ഞാൻ a എന്ന് ബിയിലേക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് ഫംഗ്ഷൻ എന്താ ഫംഗ്ഷൻ പറഞ്ഞില്ലേ? അത് എക്സ് പ്ലസ് വൈ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, ഫംഗ്ഷന്റെ ഫോം ഒന്നും ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണേ. റൈറ്റ്. എ ബിയിലേക്ക് ഇറക്കുക. ഈ സെക്കൻഡ് പാത്ത് രണ്ട് നേരിയ ഈ ഡോട്ടർ ലൈനിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? അതേപോലെ ഈ ഒന്ന് നേരിയിട്ടുള്ള ഈ ഒരു പാത്തിലൂടെ എനിക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? സോ വിച്ച് പാത്ത് ഈസ് ചൂസൺ? ഇറ്റ്സ് എ മാറ്റർ ഹിയർ. റൈറ്റ്. അപ്പൊ നമ്മൾ ഏത് പാത്തിലൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ചില ഫങ്ഷൻസ് ഉണ്ട്. എന്താ പ്രത്യേകതകൾ? നിങ്ങൾ ഏത് പാത്തിലൂടെ, അതായത് ഈ ഒന്നാമത്തെ വഴി കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലും രണ്ടാമത്തെ വഴി കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലും അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡും എൻഡ് പോയിന്റ്സും സെയിം ആണെങ്കിൽ ഏത് വഴിയിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലും സെയിം റിസൾട്ട് തരുന്നുണ്ട്. അതായത് പാത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ് ഉണ്ട്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഇന്റഗ്രേഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ അല്ലെ ആ നമ്മുടെ വെക്റ്റർ ഫീൽഡ് അത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇഫ് ദിസ് ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് chosen, then the function is what? Conservative force.
ഓക്കെ, ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫീൽഡ് എന്തായിരിക്കും? കൺസർവേറ്റീവ് ഫീൽഡ് ആയിരിക്കും, കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് ഇന്റഗ്രേഷൻ എങ്കിൽ, അതായത് ഒത്തിരി അർത്ഥമുള്ളൂ. ഈ ഒന്നാമത്തെ ലൈനിൽ കൂടെ വഴി കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താലും രണ്ടാമത്തെ വഴി കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലും എ ടു ബി ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ സെയിം റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, എ ടു ബി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ ഹിയർ ബി ഈസ് കൺസർവേറ്റീവ്. സിമ്പിൾ. ഉദാഹരണം പറഞ്ഞാല് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, നിങ്ങൾ എ ടു ബി ഏത് പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലും ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇ ആണ് നമ്മുടെ ഈ ഫംഗ്ഷൻ എങ്കിൽ, വെക്ടർ ഫീൽഡ് എങ്കിൽ നിങ്ങൾക്ക് ആൻസർ സെയിം ആയിരിക്കും. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏത് സ്റ്റാർട്ട് ചെയ്തു? ഒന്നാമത്തെ വഴി കൂടെ തന്നെ ബിയിലെത്തി, തിരിച്ച് ബിന്ന് ഞാൻ രണ്ടാമത്തെ വഴി കൂടെ തന്നെ എയിലേക്ക് വന്നു. റൈറ്റ്. ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ് അല്ലെ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു അല്ലെ. എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി വീണ്ടും എയിലേക്ക് തിരിച്ചു വന്നു അല്ലെ. പോയത് ഒന്നാമത്തെ വഴി കൂടെയാണ്, തിരിച്ചു വന്നത് രണ്ടാമത്തെ വഴി കൂടെയാണ്. വാട്ട് എവർ ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇന്റഗ്രേഷൻ നമുക്ക് നോക്കാം. ഞാൻ ഒന്നാമത്തെ വഴി കൂടെ പോയി അല്ലേ, ഇന്റഗ്രൽ എ ടു ബി എന്താണ്? വി ഡോട്ട് ഡി എൻ ചെയ്തു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പിന്നെ എന്ത് ചെയ്തു? ബിന്ന് എയിലേക്ക് എന്ത് ചെയ്തു? വന്നു അല്ലേ. അടുത്ത ഇന്റഗ്രേഷൻ ഏതാ? ഇവിടുന്ന് എന്ന് ബിയിലേക്ക് പോയി, പിന്നെ എങ്ങനെ ഇങ്ങോട്ടേക്കാ? ബിന്ന് എയിലേക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം വേണ്ടേ? സോ പ്ലസ് ഇന്റഗ്രൽ ബി ടു എ വി ഡി എ. ഓക്കെ, റൈറ്റ്. അപ്പോ എന്ന് ബി പോയി, ബിന്ന് എയിലേക്ക് വന്നു. റൈറ്റ്. ഇത് നമ്മൾ ഇങ്ങനെയല്ല എഴുതുക. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്തിൽ ഇന്റഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ തന്നെ റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ ഇന്റഗ്രേഷന്റെ മേലെ ഒരു സർക്കിൾ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇങ്ങനെ കാണിക്കും. ദിസ് മീൻസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ. ഓക്കെ, ഇത് സാധാരണ ഇന്റഗ്രൽ ആണ്, എ ടു ബി ആണ്. ഇതെന്താണ്? ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ആണ്. ഓക്കെ, എന്നിട്ട് വി ഡോട്ട് ഡി എൻ. ഓക്കെ, ഫൈൻ. ക്ലിയർ അല്ലേ? സോ നമ്മൾ ക്ലോസ്ഡ് ആണെങ്കിൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി തിരിച്ച് വീണ്ടും രണ്ടാമത്തെ വഴിയുടെ എയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് ഈ ഒരു ചിഹ്നം ഇങ്ങനെ ഇന്റഗ്രേഷൻ ഒരു ക്ലോസ്ഡ് സൈൻ ഇട്ടിട്ടാണ് സൂചിപ്പിക്കാറ്. ഓക്കെ, എനിവേ നമുക്ക് ഇവിടെ ഞാൻ ഫംഗ്ഷൻ ഏതാ തോന്നിക്കില്ല, ഞാനൊരു ഫംഗ്ഷൻ തരാം നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ പാത്തിലൂടെയും രണ്ടാമത്തെ പാത്തിലൂടെയും അതിന്റെ ഒന്നാമത്തിലൂടെ വന്ന് വീണ്ടും രണ്ടിലൂടെ എയിലേക്ക് തിരിച്ചെത്തുന്നു. അതൊക്കെ എന്തായിരിക്കും നോക്കാം, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് ഫൈൻഡ് ചെയ്യാനുള്ളത് നോക്കാം. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇന്റഗ്രേഷനെ പറ്റിയിട്ടുള്ള, ലൈൻ ഇന്റഗ്രേഷനെ പറ്റിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ഈസ് ഫൈൻ. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രോബ്ലം കഴിഞ്ഞിട്ട് സർഫേസ് ഇന്റഗ്രലിലേക്ക് കിടക്കണം, പിന്നീട് വോളിയം ഇന്റഗ്രലിലേക്ക് കിടക്കണം. ഓക്കെ, അതിന് മുമ്പേ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. റൈറ്റ്, അതല്ലേ വിട്ടുപോകും. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്. അതായത് ഞാൻ പറയാം, ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇപ്പോ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സിനാണ് ഞാൻ വിളിക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷനിൽ കിട്ടുന്ന ആളാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. റൈറ്റ്. ലിമിറ്റ് ഏതാണ്? എ ടു ബി ആണ്. ഓർ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. ഓക്കെ, n പോയിന്റ്സിലെ വാല്യൂസിന്റെ ഡിഫറൻസിന് ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ക്യാപിറ്റൽ എഫ്, ദിസ് സ്മോൾ എഫ്. ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അതുകൊണ്ട് അപ്പറിൽ രണ്ട് ലിമിറ്റും കൊടുത്താൽ അതിനർത്ഥം എന്താ? ആ ഇന്റഗ്രേഷൻ റിസൾട്ട് അതിന്റെ n പോയിന്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ എയും ബിയും എടുത്തത്, അല്ലാതെ ഇതിനിടയിലുള്ള ഏതെങ്കിലും പോയിന്റ് എടുത്തിട്ടുണ്ടോ? നമ്മൾ ഇത് എയും ബിയും 1 ഉം 2 ആണെങ്കിൽ 1.5 അങ്ങനെ വാല്യൂ എടുത്തിട്ടുണ്ടോ? ഇല്ല. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് അല്ലേ? അതായത് ഇന്റഗ്രേഷൻ റിസൾട്ടിന്റെ അകത്ത് നമ്മൾ ഏത് വാല്യൂസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? അതിന്റെ n പോയിന്റ്സിനാണ് അല്ലെ? n പോയിന്റ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റൈറ്റ്. ഇതാണ് അതായത് ഇന്റഗ്രൽ a to b f of x dx equal to capital F of b minus capital F of a. ഇതാണ് എന്തെന്ന്? ഫണ്ടമെന്റൽ തിയറം. റൈറ്റ്. സോ നമ്മുടെ അടുത്ത ഉദ്ദേശം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൗ
can we evaluate or calculate a line integral? അതൊരു പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ കാണിക്കാം. Okay, students, listen. So this is my problem. I have given you a vector function v equal to y square I k plus 2x into y plus 1 j k. Okay, and I am asking you to integrate this function along path 1 and then along path 2. Okay, and finally you need to find out what is the closed integral of this function, line integral of that function. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ വഴിയിലൂടെ ഈ ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽ ഉണ്ട്, രണ്ടാമത്തെ വഴിയിലൂടെ ഈ ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽ ഉണ്ട്, മൂന്നാമതായിട്ട് എ തുടങ്ങി ബിയിലെത്തി വീണ്ടും രണ്ടാമത്തെ വഴി കുത്തുന്ന എയിലേക്ക് നമ്മൾ വരുന്നത്. അതായത് ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ വി എന്താണ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലേ. അതിന് മുമ്പേ കൃത്യമായ ധാരണ വേണം. ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? യെസ്, എക്സ് 1 ആണ്, y 1 ആണ്. സോ a is 1 1, z 0 ആണ്. അപ്പോൾ ആണെങ്കിൽ 1 1 0 എന്ന് പറയാം. അപ്പോൾ b എന്താ വരിക എന്ന് പറഞ്ഞാൽ? യെസ്, ബിയുടെ വാല്യൂ നേരെ 2 ആണ്, y 2 ആണ്, x 2 ആണ്, y 2 ആണ്. കറക്റ്റ് അല്ലേ? ഇതാ b എന്ന് പറഞ്ഞ പോയിന്റ് ഇതാ നേരെ കുത്തണം, x ലേക്ക് വരിക 2 ആണ്, y ലേക്ക് വരിക 2 ആണ്. അപ്പോൾ 2 2 z ഇല്ല 0. So this is 1 1 0 and b is 2 2 0. Correct അല്ലേ? Right. Okay, അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഞാൻ പാത്ത് 1 ചെയ്തത് അല്ലേ. സോ ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഇന്റഗ്രേറ്റ് ത്രൂ ദി പാത്ത് 1. പാത്ത് 1 തന്നെ ഈ ഹൊറിസോണ്ടൽ പാർട്ട് പ്ലസ് ഈ വെർട്ടിക്കൽ പാർട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്. അപ്പോൾ പാത്ത് 1 ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ഇതാ ഈ ഒന്നാമത്തെ അല്ലേ, ഈ പാത്തിലുള്ളതാണ് കാണാൻ പോകുന്നത്. ഈ ഹൊറിസോണ്ടൽ ലൈനില് നോക്കുകള്, ഈ പാത്തില് എക്സ് അല്ലേ വേരി ചെയ്യുന്നുള്ളൂ, വൈ വേരി ചെയ്യുന്നുണ്ടോ? വൈ ഇങ്ങനല്ലേ അല്ലേ, അപ്പൊ വൈ വേരി ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതാദ്യം എഴുതി വെക്കണം. അപ്പൊ സോ ഈ ഒന്നാമത്തെ പാത്തില് വൈയിൽ വേരിയേഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഡി വൈ എന്താ 0 ആണ്. കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ എ എന്ന് ഞാൻ ഇവിടത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ മൂവ് ചെയ്യുമ്പോ എന്തേ മാറുന്നുള്ളൂ? എക്സിലല്ലേ മാറ്റം വരുന്നുള്ളൂ, വൈയിൽ മാറ്റം ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഡി വൈ ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് ഡി വൈ ഈക്വൽ എന്താണ്? 0. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ഡി എൽ എടുക്കുമ്പോ, അങ്ങനെയാണെങ്കിൽ ഡി എൽ എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഡി എൽ എടുക്കുമ്പോ ഡി എക്സ് ഐ കെ പ്ലസ് ഡി വൈ ജെ കെ പ്ലസ് ഡി സെഡ് കെ കെ പ്ലസ് ഓൾറെഡി എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ഡി സെഡ് 0 ആണ്. എക്സ് ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് ഡി വൈ എന്താണ്? 0 ആണ്. അപ്പോൾ ഡി എൽ എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡി എക്സ് ഐ കെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോ ഈ ഒന്നാമത്തെ പാത്തില് ഡി എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ കെ ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഡി എല്ലിന് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, അപ്പോ കിട്ടി ഡി എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ കെ ആണ്. ബാക്കി രണ്ട് ടേമും ഈ പാത്തില് ഉണ്ടാവില്ല, 0 ആണ്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്തായിട്ട് എന്ത് കാണാം? വി ഡോട്ട് ഡി എൽ കാണാം. ഓക്കെ, വി ഡോട്ട് ഡി എൽ കാണാം. എന്തുകൊണ്ടാ? നമ്മുടെ ലൈൻ ഇന്റഗ്രൽ എ ടു ബി വി ഡോട്ട് ഡി എൽ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? ഇത് കണ്ടുപിടിക്കണം ആദ്യം വി ഡോട്ട് ഡി എൽ കാണണ്ടേ. സോ വാട്ട് ഇസ് വി ഡോട്ട് ഡി എൽ? വി ഡോട്ട് ഡി എൽ അല്ലേ, വി y square I cap plus 2x y plus 1 j cap ആണ്. ഡി എൽ എന്താ? ഇതാണ്. അത് മാറ്റിയിട്ട് എങ്ങനെ dx I cap ആയിട്ടുണ്ട്. അപ്പൊ ഐയുടെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതും ഈ വിയും ഈ ഡി എൽ തമ്മിൽ സ്കേലാർ പ്രൊഡക്റ്റ് വി ഡോട്ട് ഡി എൽ എടുക്കുമ്പോ ജെ ക്യാപ്പിന്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോ ഈ ടേം ഉണ്ടാവില്ല. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? y square into dx. അപ്പൊ ആരെ എക്സ് ഉള്ളൂ? y square dx. കറക്റ്റ് അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് നോർമൽ ഇല്ലേ? ഐയും ഐയുടെയും കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ഐയുടെ കമ്പോണന്റ് dx ആണ്, ഇവിടെ y square ആണ്. അപ്പൊ y square dx. അടുത്ത ജെയുടെ കമ്പോണന്റ് ഇതാണ്, പക്ഷെ ഇവിടെ dl ജെയുടെ കമ്പോണന്റ് ഉണ്ടോ? 0 ആണ്. അതുകൊണ്ട് തന്നെ 0 into the term 0 ആയി. പിന്നെ സെറ്റിന്റെ ടേം ഇല്ലല്ലോ, കെയുടെ ടേം ഇല്ലല്ലോ, അതും 0. സോ ദിസ് ഈസ് v dot dl. ഓക്കെ, ക്ലിയർ അല്ലേ? എന്ന് നോക്കുക, ഞാൻ പറയട്ടെ, ഈ പാത്തിൽ വൈയുടെ വാല്യൂ എപ്പോഴും എത്രയാ? 1 ആണ് അല്ലേ? സോ ഏന്ന് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഈ 1 എന്ന് പറയുന്ന ഈ പാത്തില് വൈയുടെ വാല്യൂ എപ്പോഴും എന്താണ്? 1 ആണ്. y is a constant and it is equal to 1.
അല്ലേ? y 1 ആണ്, മാറുന്നില്ല. അതുകൊണ്ടാണ് dy 0 എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ y ഇല്ല, yയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ്. അത് എത്രയാ? y 1 ആണ്. അപ്പൊ ഈ 1 എടുത്ത് ഇവിടെ കൊടുത്താൽ v ഡോട്ട് dl എത്ര കിട്ടുക? 1 കൊടുത്ത 1 സ്ക്വയർ 1 dx എന്ന് കിട്ടും. ശരിയല്ലേ? സോ നമ്മുടെ ഇന്റഗ്രേഷൻ ജസ്റ്റ് എന്തായി മാറി? dx ആയി മാറി. ഓക്കെ, v ഡോട്ട് dl എന്താണ്? dx ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ വളരെ ചെറുതായിട്ട് മാറി. എവിടെ തൊട്ട് എവിടെ വരെയാണ്? x ന്റെ വാല്യൂ 1 മുതൽ അല്ലേ എവിടം വരെ? 2 വരെ. സോ this from 1 to 2 that's equal to integral dx എന്താ? x ആണ് അല്ലേ? ലിമിറ്റ് 1 to 2 എന്താ വരിക? 2 minus 1 1. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ പാത്തിൽ ഇന്റഗ്രേഷൻ വാല്യൂ എത്രയാ? 1 ആണ്. കറക്റ്റ് അല്ലേ? സോ അത് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, ഞാൻ ഇതെല്ലാം വായിച്ചോട്ടെ. 1 ആണ്. സോ ഈ ഹൊറിസോണ്ടൽ പാത്തിൽ ഇന്റഗ്രൽ v ഡോട്ട് dl എത്രയാണ് കിട്ടിയത്? 1 ആണ്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ പാത്തിൽ കാണാം. ഓക്കെ, സോ രണ്ടാമത്തെ പാത്ത് ഇതാണ് അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ നോക്കുക, ഈ പോയിന്റ് ഈ പോയിന്റിലേക്കാണ്. അപ്പൊ ആര് മാത്രമേ മാറുന്നുള്ളൂ? y മാത്രമേ മാറുന്നുള്ളൂ. x എപ്പോഴും 2 ഇല്ല അല്ലേ? സോ അറ്റ് പാത്ത് 2 x equal to 2 കോമ dx ൽ മാറ്റം ഉണ്ടോ? ഇല്ല, x എപ്പോഴും 2 ആണ്, ചേഞ്ച് ഇല്ല. സോ dx equal to 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ dl equal to എന്തായിരിക്കും? dx 0 ആണ്. അപ്പൊ ഈ ടേം ഇല്ല. z ന്റെ കമ്പോണന്റ് ഇവിടെ എവിടെയും വരുന്നേ ഇല്ല, മൊത്തം xy പ്ലെയിനിലല്ലേ കിടക്കുന്നത്. അപ്പൊ z ഓൾറെഡി ഇല്ല. ഇനി ഇപ്പൊ എന്ത് മനസ്സിലായി? ഈ ഒരു പാത്തില് dx 0 ആണ്. അപ്പൊ dy j cap മാത്രമേ ഉള്ളൂ. dy j cap. അപ്പൊ നമുക്ക് എന്ത് വരും? v ഡോട്ട് dl. ഈ ഒരു പാത്തില് v ഡോട്ട് dl എന്താ വരിക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വരും? v ഡോട്ട് dl. അപ്പൊ j യുടെ കമ്പോണന്റ് മൾട്ടിപ്ലൈ ആണ് അല്ലേ? അപ്പൊ 2x y plus 1 2x into y plus 1 into ആര്? dy. കറക്റ്റ് അല്ലേ? ഇനി x എപ്പോഴും ഈ ഒരു പാത്തിൽ x ന്റെ വാല്യൂ 2 അല്ലേ? അപ്പൊ x ന് 2 കൊടുത്താൽ this is equal to v dot dl equal to 2 into x എത്രയാ? 2 ആണ്. അപ്പൊ 2 into 2 4 y plus 1 dy. കറക്റ്റ് അല്ലേ? റൈറ്റ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ v ഡോട്ട് dl കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, this is equal to എന്ത് വരും? ഇന്റഗ്രൽ v ഡോട്ട് dl എത്രയാ? കണ്ടുവച്ചു 4 into y plus 1 dy. അപ്പൊ y മാത്രമേ ഉള്ളൂ. y ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ, അതായത് 1 to 2 ആണ്. 1 to 2. This is equal to 4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു അല്ലേ? അപ്പൊ 4 into integral 1 to 2 y plus 1 dy. കറക്റ്റ് അല്ലേ? എന്താ വരിക? y plus 1 dy. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് അല്ലേ? 4 ഓൾറെഡി പുറത്തുണ്ട്. ഉള്ളില് ഇന്റഗ്രൽ 1 to 2 y dy പ്ലസ് ഇന്റഗ്രൽ 1 to 2 1 into dy dy. കറക്റ്റ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു അല്ലേ? y plus 1 ആയിരുന്നു, അതിനെന്താക്കി? y ക്കും dy കൊടുത്തു, 1 dy കൊടുത്തു. രണ്ട് ഇന്റഗ്രേഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓർമ്മയില്ല. എന്താ വരിക? y dy എന്താ? 4 പുറമുണ്ട്. y dy എന്ന് പറഞ്ഞാൽ y square by 2 ഇന്റഗ്രേഷൻ അറിയാലോ? റൈറ്റ്. ലിമിറ്റ് എത്രയാണ്? യെസ് 1 to 2 പ്ലസ് ഇന്റഗ്രൽ dy എന്താ? y ആണ്, ലിമിറ്റ് 1 to 2. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഇവിടെ എഴുതാം. ബാക്കി നോക്കിക്കോളൂ. എന്ത് വരും? ഇന്റഗ്രൽ v ഡോട്ട് dl രണ്ടാമത്തെ പത്തിലാണ് ഈക്വൽ ടു എന്താ? 4 into റെഗുലർ y ക്ക് 2 കൊടുക്കുക. 2 ന്റെ സ്ക്വയർ 4 4 2 2 മൈനസ് അല്ലേ? 2 മൈനസ് ഇവിടെ 1 കൊടുത്താൽ 1 സ്ക്വയർ 1/2. ഓക്കെ, പ്ലസ്
yക്ക് 2 കൊടുത്താൽ 2 മൈനസ് 1 കൊടുത്താൽ 1 2 മൈനസ് 1 ഈക്വൽ ടു എത്ര വരും 4 into 2 minus half എത്രയാ യെസ് നിങ്ങൾക്കത് ഒന്നിക്ക് 1.5 നേടാം അല്ലെങ്കിൽ 4 3/2 നേടാം ഓക്കെ നോ പ്രോബ്ലം പ്ലസ് 2 ഒന്ന് പോയാൽ 1 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ 4 into 3 2 അപ്പോൾ 4 into 3 2 വരുമ്പോൾ 2 4 വെട്ടി 2 വന്നു 23 6 പ്ലസ് ഒരു 4 4 6 4 10 ഓക്കെ അപ്പോൾ എത്ര ഇന്റഗ്രേഷൻ 10 വരും കറക്റ്റ് അല്ലേ റൈറ്റ് സോ രണ്ടാമത്തെ പാത്തില് നമുക്ക് എഴുതി വെക്കാം ഇന്റഗ്രൽ v dot dl എത്ര കിട്ടിയത് 10 ആണ് ഓക്കെ റൈറ്റ് രണ്ടാമത്തെ പാത്തില് 10 ആണ് അപ്പോൾ ഇവിടം വരെ 1 ആണ് ഇവിടം വരെ 10 ആണ് അപ്പോ പാത്ത് 1 ലെ ഇന്റഗ്രൽ a to b v dot dl എത്ര വരിക a മുതൽ ഇവിടെ വരെ ഒന്നാമത്തെ പാത്തില് 1 ആണ് പ്ലസ് ഇവിടെ മുതൽ b വരെ രണ്ടാമത്തെ പാത്ത് അത് എത്രയാണ് 10 ആണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഓക്കെ സോ പാത്ത് 1 ല് എത്രയാണ് 11 ആണ് ആൻസർ കറക്റ്റ് അല്ലേ അപ്പോ പാത്ത് 1 ലൂടെ കിട്ടിയത് 11 ആണ് ഞാൻ ഇവിടെ എഴുതി വെക്കാം അല്ലേ പാത്ത് 1 എത്ര ഇന്റഗ്രേഷന്റെ വാല്യൂ 11 ആണ് ഓക്കെ ജസ്റ്റ് ആ വാല്യൂ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇന്റഗ്രൽ v dot dl എന്ന് എഴുതിയില്ല ജസ്റ്റ് ആ വാല്യൂ മാത്രം അടുത്ത എന്താ കിട്ടും നോക്കുമ്പോൾ ഈ വാല്യൂ ഓർമ്മ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മായ്ക്കാൻ പോകും അപ്പൊ പാത്ത് 1 കൂടെ കാണുമ്പോൾ കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നമുക്ക് പാത്ത് 1 കൂടെ കാണുമ്പോൾ ഈ സ്മോൾ പോർഷനും ഈ സ്മോൾ പോർഷന്റെ വേറെ കണ്ടിട്ട് ആഡ് ചെയ്യണമായിരുന്നു കറക്റ്റ് അല്ലേ അങ്ങനെ കണ്ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം പാത്ത് 2 ലൂടെ അല്ലേ പാത്ത് 2 അടുത്ത പാത്ത് 2 ന്റെ പ്രത്യേകത ഒന്ന് നോക്കാം നമുക്ക് ഇതാണ് പാത്ത് 2 ഈ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ പാത്ത് 2 കറക്റ്റ് അല്ലേ അവിടെ a ല് 1 ആണ് x y 1 ആണ് b ല് x 2 ആണ് y 2 ആണ് അപ്പോൾ ഈ പാത്തിന്റെ പ്രത്യേകത ആ പാത്തിൽ എവിടെയും x equal to എന്താണ് y ആണ് ഓക്കേ ദാറ്റ് മീൻസ് dx equal to എന്താണ് dy ആണ് ഓൾറെഡി dz എന്താണ് 0 ആ കാരണം ഇത് കിടക്കുന്ന എവിടെയാ xy പ്ലെയിൻ ഇല്ല z കമ്പോണന്റ് ഇല്ല റൈറ്റ് ഇത്രയും കാര്യം അറിയാലോ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ v dot dl ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം ഫോർ പാത്ത് 2 v dot dl equal to എന്താ വരിക y square dx plus 2x into y plus 1 dy എന്നാ വരിക അല്ലേ നമുക്ക് എന്ത് ചെയ്യാം x equal to y അല്ലേ dx equal to dy അല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ v എന്താവും ഇവിടെ ഞാൻ മാറ്റി എഴുതാം v എന്താവും y square i cap y എന്ന് പറഞ്ഞാൽ അത് x ന് ഈക്വൽ ആണ് ഈക്വൽ അപ്പോൾ x square i cap plus 2x y എന്ന് പറഞ്ഞാൽ x ന് ഈക്വൽ അല്ലേ അപ്പോൾ x plus 1 j cap ഓക്കെ അത് v dl എന്താവും dx i cap plus dy j cap dy എന്ന് പറഞ്ഞാൽ dx ന് ഈക്വൽ ആണ് സോ dx j cap dz 0 അല്ല അപ്പോൾ അത് ഉണ്ടാവില്ല ഇനി ഇത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം എടുത്തോ v dot di അപ്പോൾ i യുടെ കമ്പൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം x square dx പ്ലസ് അടുത്ത j യുടെ കമ്പൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2x into x plus 1 into dx ഓക്കേ എന്തൊരു into dx അപ്പോൾ ഞാൻ ഇത് മായ്ക്കോണേ അപ്പോൾ കറക്റ്റ് അല്ലേ റൈറ്റ് ക്ലിയർ അല്ലേ അത് മായ്ച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ഓർമ്മ ഉണ്ടാവുന്ന ആയിക്കോണം റൈറ്റ് v dot dl കണ്ടു ഫൈൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക x equal to y y ക്ക് x കൊടുത്തിട്ടുണ്ട് dy ക്ക് എന്ത് കൊടുക്കണം y dy ക്ക് dx കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ പറ്റുമോ നോക്കാം പറ്റാത്ര ചെറുതാക്കി അത്ര നല്ലത് ഇവിടെ x square dx ഉണ്ട് പ്ലസ് 2x into x അപ്പോൾ 2x square പുറമെ dx ഉണ്ട് അപ്പോൾ into dx ഓക്കേ അപ്പോൾ 2x ഉം dx ഉം പുറമെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 2x into x 2x square into dx ഇനി e പ്ലസ് 2x into x എന്താ 2x ബാക്കി അപ്പുറത്ത് dx കറക്റ്റ് അല്ലേ റൈറ്റ് അപ്പോൾ ഇതിനകത്ത്
x square dx 2x square dx എന്തായി 2x square ഒരു x square അപ്പോൾ 3x square പ്ലസ് ഇതിന്റെ കൂടെ എന്തുണ്ട് dx അല്ലേ x square dx ഉം 2x square dx ഉം കൂടി 3x square dx ആയി പ്ലസ് ആരുണ്ട് 2x dx ഉണ്ട് ശരിയല്ലേ നമുക്ക് dx നെ ബ്രാക്കറ്റിന്റെ പുറത്തിട്ടൂടെ യെസ് അപ്പോൾ എന്താണ് v dot dl എന്താണ് v dot dl v dot dl എന്താ 3x square plus 2x into dx ഓക്കേ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രൽ a to b v dot dl equal to integral 3x square plus 2x into dx x ൽ മാത്രം ഇന്റഗ്രേഷൻ അല്ലേ ഇവിടെ x ന്റെ വാല്യൂ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ 1 to 2 ആണ് റൈറ്റ് 1 to 2 this is equal to എന്താ പറയാ 3x square നെ ഇന്റഗ്രേറ്റ് ചെയ്യണം അതുപോലെ 2x നെ ഇന്റഗ്രേറ്റ് ചെയ്യണം 3x square ഇന്റഗ്രേറ്റ് ചെയ്യുക 3 into x cubed by 3 okay from 1 to 2 plus 2x എന്ന് പറഞ്ഞാൽ x ന്റെ ഇന്റഗ്രേഷൻ x square by 2 limit 1 to 2 equal to ഇവിടെ 2 കൊടുക്കുന്നു അപ്പോൾ 2 cube 8 8 by 3 into 3 അപ്പോൾ 3 and 3 cancel ആയി അപ്പോൾ 8 minus ഇനി 1 കൊടുക്കുന്നു അപ്പോൾ 1 cube 1 by 3 ഈ 3 and 3 cancel ആയി അപ്പോൾ 1 okay 8 minus 1 ഇത് ലിമിറ്റ് കൊടുത്താൽ 8 minus 1 plus നിങ്ങൾ 3 അവസാനം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാം നോ പ്രോബ്ലം അടുത്ത 2 കൊടുക്കുന്നു 2 ന്റെ സ്ക്വയർ 4 4 by 2 2 2 into 2 4 minus 1 കൊടുത്താൽ 1 square 1 ആണ് 2 into cancel ആയി 1 ആവും okay so this is equal to 8 minus 1 7 plus 4 minus 1 3 7 plus 3 10 okay so integral a to b v dot d എത്രയാണ് 10 ആണ് അപ്പോൾ a ന്ന് b ലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ path 2 അതിന്റെ വാല്യൂ എത്രയാണ് 10 ആണ് സോ ഇവിടെ എഴുതി വെക്കാം path 2 ൽ എത്ര വാല്യൂ 10 ആണ് എത്രയാണ് 10 ആണ് അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എടുക്കുന്ന പാത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ ക്ലിയർ അല്ലേ നിങ്ങൾ ഈ v എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ a to b ഈ ഒന്നാമത്തെ പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തു രണ്ടാമത്തെ പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തു പാത്ത് 1 ലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ 11 ഉം പാത്ത് 2 ലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ 10 ആ കിട്ടിയത് അപ്പോൾ ആദ്യം e ൽ പോയപ്പോൾ ഇന്റഗ്രേഷൻ ആൻസർ 11 പിന്നെ ഈ വഴി പോയപ്പോൾ ഇന്റഗ്രേഷൻ ആൻസർ 10 രണ്ട് സെയിം ആണോ അല്ല അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ കൺസർവേറ്റീവ് അല്ല ഓക്കേ രണ്ട് പാത്തിലൂടെ പോകുമ്പോൾ രണ്ട് ആൻസർ ആ കിട്ടുന്നത് അല്ലേ സോ ഹിയർ ദിസ് ഫംഗ്ഷൻ v ഡിപെൻഡ്സ് ഓൺ പാത്ത് അല്ലേ ഇൻഡിപെൻഡന്റ് ആണോ അല്ല ഡിപെൻഡ്സ് ഓൺ പാത്ത് ആണ് ഓക്കേ കറക്റ്റ് അല്ലേ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഈ ഇന്റഗ്രേഷൻ ഇനി ക്ലോസ്ഡ് ഇന്റഗ്രേഷൻ നമുക്ക് നോക്കാം ഞാൻ ആദ്യം a ന്ന് b ലെത്തി b നേരേക്ക് വരുന്നു അല്ലേ സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാ ഞാൻ പറഞ്ഞു ക്ലോസ്ഡ് ഇന്റഗ്രൽ v dot d ആണ് അല്ലേ ഇന്റഗ്രൽ a to b എത്രയാ 11 ആ അല്ലേ തിരിച്ച് b നേരേക്കാണ് വരുന്നത് അല്ലേ സോ മൈനസ് പ്ലസ് അല്ലല്ലോ മൈനസ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ അല്ലേ റൈറ്റ് b to a ഈ ലൈനിന്റെ എത്രയാ 10 ആണ് റൈറ്റ് equal to 1 so closed integral v dot dl for this path is a ന്ന് ഒന്നാമത്തെ പാത്തിലൂടെ b ലെത്തി രണ്ടാമത്തെ പാത്തിലൂടെ a ലേക്ക് എത്തുവാണെങ്കിൽ എത്രയാണ് 1 ആണ് ക്ലിയർ അല്ലേ റൈറ്റ് ഇത് വേണം നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ കാണിക്കാം ക്ലോസ്ഡ് ഇന്റഗ്രൽ ആദ്യം എന്ത് ചെയ്യുന്നു a ന്ന് b ലേക്ക് പാത്ത് 1 ലൂടെ അല്ലേ a ന്ന് b ലേക്ക് പോയിട്ട് v dot dl എന്ത് ചെയ്യുന്നു കാണുന്നു അല്ലേ പ്ലസ് എന്ത് ചെയ്യണം പിന്നെ b ന്ന് a ലേക്ക് അല്ലേ b ന്ന് a ലേക്ക് v dot dl ചെയ്യണം കറക്റ്റ് അല്ലേ റൈറ്റ് സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം a to b v dot dl എത്രയാ 11 ആണ് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ b to a ആണത് അത് നമ്മൾ ലിമിറ്റ് മാറ്റുക ഇത് a ഇത് b ആക്കുക അപ്പോൾ എന്ത് ചെയ്യണം ലിമിറ്റ് മാറ്റുന്നത് മൈനസ് ആണ് അല്ലേ മൈനസ് ഇന്റഗ്രൽ a to b v dot dl എത്രയാ a to b v dot dl ഈ പാത്ത 10 ഓക്കേ 1 റൈറ്റ് അപ്പോൾ ഇല്ല ഒന്നുകിൽ എന്ത് ചെയ്യാം ഇവിടുന്ന് ഇവിടം വരെ 11 ആണ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഈ ഇന്റഗ്രേഷൻ കുറക്കണം 11 minus
10 എത്ര കിട്ടി 1 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇനി അല്ലെങ്കിൽ മനസ്സിൽ സ്പ്ലിറ്റിങ് നടത്താൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒറ്റയടിക്ക് ആൻസർ എഴുതാം. ഓക്കെ, നോ പ്രോബ്ലം പറ്റും. കറക്റ്റ് അല്ലേ? സോ നമ്മൾ ഒന്നാമത്തെ പാത്തിൽ കണ്ടു 11 എന്ന് ബിയിലേക്കാണ് പോയത്. ഇനി രണ്ടാമത്തെ പാത്തിൽ എന്ന് ബി ഈ ഡോട്ട് ലൈനിൽ കൂടെ പോയി അത് 10 ആണ്. ഇനി എന്ന് ബിയിലേക്ക് ഒന്നാമത്തെ കൂടെ പോയി ബി നേലേക്ക് രണ്ടാമത്തെ പാത്തിലൂടെ തിരിച്ച് എയിലേക്ക് വന്നു. ക്ലോസ്ഡ് ഇന്റഗ്രൽ കണ്ടു എത്രയാണ് 1 ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡി എൽ ഉപയോഗിച്ച് ഡി എൽ നമുക്കറിയാം, ഡി എൽ തരുന്നില്ല, ഫംഗ്ഷനാണ് നമുക്കറിയാം. ആ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണോ പാത്ത് അതനുസരിച്ച് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തറവായിക്കോളും. റൈറ്റ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സർഫേസ് ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുവരെ ബൈ.